ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? ഇന്ന് ചായ ഇടാൻ പോവുക. മുഹറം അല്ലേ, എല്ലാവർക്കും നോമ്പൊക്കെ ഉണ്ടാ. മക്കൾക്ക് ചായ കൊടുക്കണം നമുക്ക്. പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ? പിന്നെ ഇന്ന് സ്കൂൾ അവധി ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ മഴ, ഭയങ്കര മഴ മക്കളെ നാട്ടിൽ എന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. പക്ഷെ ഇപ്പോഴും വലിയ കുഴപ്പമില്ല, തോന്നുന്നു നിൽക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, നാളെ സ്കൂളിൽ പോകണമല്ലേ. ഒരാൾക്ക് പഴം വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ ബഹളം വയ്ക്കുക. ഞാൻ പറഞ്ഞു ഉമ്മച്ചി ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഒരാടുണ്ട് കേട്ടാ, അപ്പോൾ ആടിൻ്റെ കാര്യം കൂടെയൊക്കെ നോക്കണം. അപ്പം ഉമ്മച്ചി ജോലി ഒതുക്കിയിട്ട് കടയിൽ പോയിട്ട് വരാൻ മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മുഷ്താഖിൻ്റെ കരച്ചിലും കാര്യങ്ങളും നല്ല വിശേഷങ്ങൾ തന്നെ. മഴയായിട്ട് മക്കൾക്ക് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാണ്ടുള്ള മഴ. പിന്നെന്താണ്, മക്കൾക്ക് എക്സാമായി, വ്യാഴാഴ്ച തൊട്ട് മക്കൾക്ക് എക്സാമാണ്. പിന്നെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ വീട് പണി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല. കാരണം വണ്ടി കൊണ്ടുവന്ന് തൊളിയിൽ അവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പണി ആ സൈഡ് വാർപ്പായി അങ്ങനെ ഇട്ടേക്കുക. അത് തന്നെ നല്ല മൂടി അങ്ങോട്ട് തന്നെ ഇട്ടേക്കണം. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ വിശേഷങ്ങൾ, പ്രത്യേകിച്ച് വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് പണി ആയി വാർത്തിട്ട് അകവും പൂശി അങ്ങ് താമസമാവണം. കാരണം എന്ന് വെച്ചാൽ വാടക കൊടുക്കാൻ നിവർത്തിയില്ല. 3500 രൂപ വാടക കൊടുത്തേ പറ്റൂ. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഇവരും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് സങ്കടങ്ങളും പ്രയാസങ്ങളൊന്നും അറിയാണ്ട് പോണ്. എന്നാലും ഭയങ്കര വിഷമമാണ്. ജീവിതം എങ്ങനെ ആയിപ്പോയി, നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് നടക്കൂലല്ലോ. എങ്കിൽ പിന്നെ റബ്ബ് എന്തിനാണ്, അങ്ങനെ അങ്ങ് സമാധാനിക്കും. പിന്നെ മക്കളുള്ളതുകൊണ്ട് കുറച്ചൊക്കെ തമാശ, കുറച്ച് എന്തിനാണ് അവർക്കൊപ്പം ഇരുന്ന് അവരെ പഠിക്കണ കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുമ്പോൾ കുറേ മൈൻഡൊക്കെ ഓക്കെ ആവും. പിന്നെ അടിയൂടൊക്കെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ചേട്ടനും അനിയനും നിങ്ങൾ കാണുന്നുണ്ടോ? അടി കൂടുകയും ചെയ്യും. അടി കൂടിയിട്ട് പിന്നെ നമ്മളെ രണ്ടുപേരും കരയും. പിന്നെ ആരെയൊക്കെ ആശ്വസിപ്പിക്കും, രണ്ടുപേരും ചെറുതല്ലേ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്നലെ വീഡിയോസൊന്നും ഇടാത്ത മഴയും റേഞ്ച് പ്രശ്നമുണ്ട്. പോയും വന്നും ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നെറ്റ് കിടന്ന് ഇങ്ങനെ കറങ്ങണം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ ഇടാൻ ഇന്ന് വലിയ കുഴപ്പമില്ലയെന്ന് തോന്നണ്. നെറ്റൊക്കെ പിന്നെ കുറച്ച് നേരം മക്കളെ കയ്യിലായിരുന്നു ഫോൺ. നമുക്ക് ടി വി കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. അല്ലെങ്കിൽ ടി വിയിലൂടെ ഒന്നും മക്കൾക്ക് ഇഷ്ടമല്ല. മക്കൾക്ക് ഈ കാർട്ടൂൺ കാണണം. അത് പിന്നെ കൂടുതലും ഞാൻ കാണിക്കുകയില്ല. പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും കാർട്ടൂണിൽ. ഓരോ സംശയങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്താണ്, എല്ലാവരും ദുആ ചെയ്യണം, നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കണം. കാരണം വെച്ചാൽ എന്നാലേ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇന്ന് 4000 വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്യണ്ടേ. യൂട്യൂബിന് പെട്ടെന്നൊന്നും വരുമാനമൊന്നും കിട്ടില്ല. കുറേ പേര് ചോദിച്ച് വരുമാനമൊക്കെ കിട്ടിയെന്ന്. ഇല്ല, കിട്ടിത്തുടങ്ങിയില്ല. ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി 4000 വാച്ചിങ് അവർ ആവണം. 3300 സംതിങ് ആയി. വലിയ കണ്ടൻറ്റുള്ള വീഡിയോസൊന്നും, വലിയ അട്രാക്ഷൻ വീഡിയോ ഒന്നും അല്ലല്ലോ ഞാൻ ഇടുന്നത്. എൻ്റെ കാര്യങ്ങൾ, മക്കളെ കാര്യങ്ങളല്ലേ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഞാൻ ഒരാളടുത്ത് പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റ് ടെസ്റ്റിന് നല്ല മാർക്ക് മേടിക്കുകയാണെങ്കിൽ സമ്മാനം മേടിച്ച് തരാം, ഗിഫ്റ്റ് മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല അവൾ, പഠിത്ത കാര്യത്തിൽ അവൾ വലിയ കുഴപ്പമില്ല. പിന്നെ അതേസമയം മോൻ്റെ അടുത്ത് പറഞ്ഞാൽ അവന് മാർക്ക് മേടിച്ചാലും ഗിഫ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യണം. ഇന്നത്തെ നോമ്പ്, നാളത്തെ നോമ്പ് അത്രയും പ്രധാനപ്പെട്ട നോമ്പാണ്. അപ്പോൾ അത് ആ ഒരു ദുആ ചെയ്യുമ്പോൾ നമ്മളെയും കൂടെ ഉൾപ്പെടുത്തണം. എത്രയും പെട്ടെന്ന് ഒരു വീടായി ഒരു ജോലിക്ക് പോകാൻ പറ്റണം. അപ്പോൾ ശരി മക്കളെ, അസ്സലാമു അലൈക്കും.